ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് വേ ടു വാൽപ്പാറയുടെ പാർട്ട് 6 ഭാഗമാണ്. അപ്പോൾ നമ്മളിപ്പോൾ എയർപിൻ കയറി മലയുടെ ടോപ്പിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണേ. നമ്മളിപ്പോൾ ഉള്ളത് ഷോലയാർ റിസർവ് വനത്തിലാണ്. ആക്ച്വലി നല്ല പൊളി ഏരിയയാണ്, കിടുക്കാച്ചി ഏരിയയാണ്. നട്ടൊരു സമയത്ത് നമുക്കിവിടെ യാതൊരു ചൂടൊന്നും കിട്ടുന്നില്ല. പിന്നെ റൈറ്റ് സൈഡിലത്തെ വ്യൂ വേറെ ലെവലാണേ. അപ്പം നമുക്ക് ഈ റോഡിനെ പറ്റിയുള്ള ഒരു ഹിസ്റ്ററി ഒന്ന് കേൾക്കാം. സംസ്ഥാന പാത 21 SH 21 അല്ലെങ്കിൽ ചാലക്കുടി മലക്കപ്പാറ റോഡ് ഇന്ത്യയിലെ കേരളത്തിലെ ഒരു സംസ്ഥാന പാതയാണ്. ഇത് ചാലക്കുടിയിൽ നിന്ന് ആരംഭിച്ച് തമിഴ്നാടിന്റെ അതിർത്തിയിൽ മലക്കപ്പാറയിൽ അവസാനിക്കുന്നു. ഷോളയാർ റിസർവോയറിലൂടെ ഭൂരിഭാഗം ഭാഗവും കടന്നുപോകുന്ന റോഡിന് 86.0 കിലോമീറ്റർ 53.4 മൈൽ നീളമുണ്ട്. ഏറ്റവും മനോഹരമായ മഴക്കാടുകളിലൂടെ കടന്നുപോകുന്ന ഇത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രകൃതിരമണീയമായ റൂട്ടുകളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്നു. 2 അതിരപ്പള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും ഈ റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് തമിഴ്നാട്ടിലെ വാൽപ്പാറ പൊള്ളാച്ചി റോഡുമായി ബന്ധിപ്പിക്കുന്നു. തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് NH 544 ചേരുന്നു. തുടർന്ന് അതിരപ്പള്ളി പാതയിൽ പ്രവേശിച്ച് വെറ്റിലപ്പാറയിലൂടെ കടന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരുന്നു. അതിരപ്പള്ളിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ വാഴച്ചാലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫോറസ്റ്റ് ചെക്പോസ്റ്റിൽ നിന്ന് അത് വാഴച്ചാൽ മലക്കപ്പാറ സ്ട്രെച്ചിലേക്ക് പോകുന്നു. ഇവിടെ നിന്ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഇരുചക്ര വാഹനങ്ങൾക്ക് 6 മുതൽ 4 വരെ മാത്രമേ വാഹനങ്ങൾ അനുവദിക്കൂ. തുടർന്ന് തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള മലക്കപ്പാറ ചെക്പോസ്റ്റിലാണ് റോഡ് എത്തുന്നത്. ഇത് മലക്കപ്പാറയ്ക്ക് സമീപം അവസാനിക്കുകയും അവിടെ നിന്ന് കുറച്ചു ദൂരം വാൽപ്പാറ പൊള്ളാച്ചി റോഡ് ആരംഭിക്കുകയും ചെയ്യുന്നു. വാഴച്ചാൽ മലക്കപ്പാറ ചാലക്കുടി പുഴയുടെ തീരത്താണ്. ഈ പ്രദേശം കൊടും കാടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നതിനാൽ കേരള വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വനത്തിനുള്ളിലെ അനധികൃത പ്രവേശനം നിരോധിക്കുകയും ശിക്ഷാർഹവുമാണ്. ചാർപ്പ വെള്ളച്ചാട്ട വ്യൂ പോയിന്റ്, പെരിങ്ങൽകുത്ത് ഡാം റിസർവോയർ വ്യൂ പോയിന്റ്, ആനക്കയം പാലം, ഷോളയാർ ജലവൈദ്യുത നിലയം, നെല്ലിക്കുന്ന് വ്യൂ പോയിന്റ് എന്നിവ ഈ പാതയിലാണ്. ഈ പ്രദേശത്തെ മനുഷ്യവാസം ചില ഒറ്റപ്പെട്ട ആദിവാസി കുഗ്രാമങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ കേട്ടല്ലോ ഈ റൂട്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ടോപ്പ് വ്യൂവിലാണ്. റൈറ്റ് സൈഡിൽ നല്ല കിടിലം കൊക്കയാണ്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പുയ്യൻകുട്ടി മാമലക്കണ്ടമൊക്കെ. പക്ഷേ നമുക്ക് എയർ ഡിസ്റ്റൻസ് ഒരു എളുപ്പമുള്ള റോഡ് വഴി കുറേ കറങ്ങി പോകണം, 100 കിലോമീറ്റർ മേലെ കറങ്ങി പോകണം. പക്ഷേ എയർ ഡിസ്റ്റൻസ് ഒരു ഏകദേശം 25-24 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അത് ഇവിടെ നോക്കി തന്നെ നമുക്ക് ചില ഭാഗത്ത് വ്യൂ കിട്ടും. പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല. കാരണം മൊബൈലിലും GPS മാപ്പ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് അതും ഇത്തിരി പണിയാണ്. ചില ഭാഗത്തൊക്കെ നമുക്ക് BSNL-ലും പിന്നെ VIക്കും റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നു. നമ്മുടെ സിനിമ അല്ലട്ടാ, നമ്മുടെ കൂടെ ഉണ്ടായ ആൾക്കാർ പറഞ്ഞതായിരുന്നു. അപ്പോൾ റൈറ്റ് സൈഡിൽ നല്ല കിടുക്കാച്ചി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നല്ല ടോപ്പ് വ്യൂവിലാണ്. ഇതിലാണ് നല്ല ശ്രദ്ധിച്ചു വേണം, കാരണം റോഡിൽ നല്ല രീതിയിൽ വീതി കുറവാണ് ഇവിടെ. കണ്ട വീതി നന്നായിട്ട് കുറവാണ്. സ്പീഡിൽ പോയി കഴിഞ്ഞാൽ തീർന്നു, ഒന്നും പറയാനില്ല. അപ്പം കണ്ട ആ മലയുടെ അപ്പുറമൊക്കെ നമ്മുടെ പൂയംകുട്ടി ഏരിയ ഒക്കെ തന്നെ ആയിരിക്കണം, മൂന്നാർ പൂയംകുട്ടി ഒക്കെ ആയിരിക്കണം. അപ്പോൾ ഇത് അടിപൊളി വ്യൂ ആട്ടെ. പക്ഷെ നമ്മുടെ ഗോപ്രോ ക്യാമറയിൽ അധികം കിട്ടുന്നില്ല. എന്തായാലും കണ്ണും കൊണ്ട് കാണാൻ നല്ല പൊളി വ്യൂ തന്നെയായിരുന്നു, ഒരു രക്ഷയുണ്ടായില്ല. ഈ ഭാഗത്ത് ഡ്രൈവ് ചെയ്യാൻ കുറച്ച് പ്രയാസം തോന്നിയാണ്, കാരണം റോഡിന് വീതി കുറവും അതുപോലെ തന്നെ നല്ല റോഡല്ല, മോശം കണ്ടീഷനുള്ള റോഡായിരുന്നു ഈ ഭാഗത്ത് ഉണ്ടായത്. പിന്നെ റോഡിൽ നല്ല പൊടിയുള്ളത് കൊണ്ട് നമ്മൾ വളരെ സ്ലോയിൽ പോയിട്ട് പോലും നമുക്കൊരു പേടി തോന്നിയായിരുന്നു. കാരണം ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും നല്ല വളവും തിരിവാണ് കേട്ടോ, നല്ല കയറ്റവുമാണ്, നല്ല വളവും തിരിവും കണ്ടോ. അതുകൊണ്ട് സൂക്ഷിച്ച് പോവുക. അപ്പം നമ്മളൊരു കിടക്കാച്ചി വ്യൂ പോയിന്റ് എടുത്തെത്താറായിട്ടുണ്ട്. എന്തോന്നാലും ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ റോഡിൽ നിറച്ച അനപ്പുണ്ടോണേ. ഒരു എവിടെ നോക്കിയാലും വനം എന്ന് പറഞ്ഞാൽ കൊടും കാട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അടിപൊളിയാണ്, നമ്മൾ നല്ല ടോപ്പ് വ്യൂയിലാണ്. അത് നിങ്ങൾക്ക് മലയുടെ മുകളിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും ഇതിൻ്റെ വ്യൂ കിട്ടിയാൽ. പക്ഷേ കാര്യം ഡ്രോണൊന്നും ഇല്ല. ഇവിടെ നിറച്ചും അനപ്പുണ്ടോ കണ്ട. റോഡിൻ്റെ സേഫ് ഗാർഡ് എന്നൊക്കെ കാരണം ഒന്നും ഇല്ല കേട്ടോ. സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ പണി കിട്ടും. അന്നേമാതിരി റോഡാണ് ഇവിടെ ഉള്ളത്. ആ റോഡിൽ പൊടി കിടക്കുന്നതുകൊണ്ട് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ സ്കിഡായി പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം ഓർക്കുക, ചൂട് സമയമായതുകൊണ്ട് കാട്ടുമൃഗങ്ങൾ ഏത് സമയത്തും ഇവിടെ കാണാൻ പറ്റും. കാരണം കാട്ടിനകത്ത് വെള്ളം പറ്റിയേക്കുന്നത് കൊണ്ട് നിങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി അങ്ങാടി ഇങ്ങനെ ക്രോസ് ചെയ്യാൻ നിൽക്കണ്ട. ഒരു ജാമ്പോ മെഷീൻ അവിടെ കിടപ്പുണ്ട്. എന്തായാലും ഇവിടുത്തെ റോഡ് പണി തുടങ്ങിയിട്ടും ഏകദേശം 3 കൊല്ലത്തോളം ഇതുവരെയും കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് അറിയത്തില്ല. അതായത് നമ്മൾ പോകുന്ന സമയത്ത് കംപ്ലീറ്റ് അല്ലായിരുന്നു. അതെന്തായാലും ഒരു കോമഡി ആയിരുന്നു കാണാം. നമുക്ക് എന്തായാലും നമ്മുടെ ഭാവി നമ്മുടെ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കാണാം. ആ സീനൊക്കെ റോഡ് ടാറിങ്ങൊക്കെ കാണണ്ട. എന്തായാലും നമ്മുടെ അടുത്ത 2-3 എപ്പിസോഡ് തന്നെ ഉണ്ടാവും.
എൻ്റെ അമ്മ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ. എന്തൊക്കെ ആ മലയുടെ വ്യൂ പൊളി വ്യൂ ആണ്. ഇവിടെ നിന്നൊരു നമുക്ക് പറക്കാൻ ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാനായിരുന്നു, ശരിക്കും അടിപൊളി വ്യൂ കിട്ടാനായിരുന്നു. പക്ഷെ നമ്മുടെ ഡ്രോണില്ലാതെ പോയി. എന്തായാലും അടിപൊളി സ്ഥലം തന്നെ, ഒരു പറയാനില്ല. കണ്ട റോഡിൻ്റെ വീതി പിന്നെയും കുറഞ്ഞ്. അപ്പോൾ നമ്മളെതിരെ ഒരു വണ്ടിക്കാരൻ വന്നായിരുന്നു, ബൈക്കുകാർ കാറുകാരനും വന്നുണ്ട്. റൈറ്റ് സൈഡിൽ വെറും കൊക്കയുണ്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ നമ്മൾ നിർത്താനോ വേറെ ഒന്നുമല്ല, കാരണം വണ്ടി നിർത്താൻ സേഫ് അല്ല. കണ്ട റോഡിന് ഭയങ്കര വീതി കുറവുണ്ട്. നമ്മളതിലിപ്പോൾ ഒരു കാണണമെന്നൊന്നും ഇല്ല, ഇടിച്ചിടാനും ചാൻസ് ഉണ്ട്. നല്ല ലെഫ്റ്റ് സൈഡിൽ നല്ല കിടുക്കാച്ചി പറയണ്ട. പിന്നെ നേരെ നോക്കുമ്പോൾ തന്നെ വേറെ ലെവല്. ശരിക്കും പറഞ്ഞാൽ കല്ലേരിമേട്, മലക്കപ്പാറ, പൂയംകുട്ടി, മാമലക്കണ്ടം, പിന്നെ നമ്മുടെ എളമ്പ്ളശ്ശേരി ഏരിയ ഒക്കെ ഇതിനടുത്ത് തന്നെയാണ്. പിന്നെ നമ്മുടെ ആനക്കുളം. പക്ഷേ എയർ ഡിസ്റ്റൻസ് വരാമെന്നുള്ളൂ, റോഡ് വഴി പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കാട് കയറി പോകേണ്ടി വരും. നമുക്ക് എന്തായാലും കാട് കയറി പോകാനുള്ള അധികാരവും ഇല്ല. അല്ലെങ്കിൽ കയറി പോയിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ നമുക്ക് എതിരെ കേസെടുക്കും. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ്, കേരളമാണ്. എന്തായാലും കേരള തമിഴ്നാടിൻ്റെ ബോർഡർ ആകാനായിട്ടുണ്ട്. അടിപൊളി റൂട്ടാണല്ലോ. പിന്നെ ഇതിലെപ്പോഴും നമ്മുടെ KCBയുടെ ലൈൻ പോകുന്നത് കൊണ്ട് ഇവിടെ ഉള്ളിലൊക്കെ കാട്ടിൽ ആൾതാമസമുള്ള ഏരിയ എന്ന് തോന്നുന്നു. കണ്ട ഒരു വണ്ടി നിർത്തിയ ആൾക്കാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അധികം നേരം നിൽക്കുന്നത് സേഫ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിൽ നിർത്താനാണ് കേട്ടോ. കാരണം റിസ്ക്കാണ്. പക്ഷേ ഈ ഏരിയയിൽ ഓക്കെ എനിക്ക് തോന്നി, കാരണം ഇത്തിരി വീതി കിട്ടിയായിരുന്നു. കണ്ടോ നമ്മൾ വീണ്ടും ഇത് എയർപിൻ തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എയർപിൻ നല്ല പൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പക്ഷേ നമ്മുടെ വാൽപ്പാറയിലുള്ള എയർപിൻ അത്ര ഇല്ലെങ്കിലും എന്നാലും അടിപൊളി തന്നെയാണ്. നമ്മളിപ്പോൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ് മുകളിലോട്ട്, വേറെ ലെവൽ തന്നെയാണ്. എന്തായാലും വണ്ടി പൊളിയാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം കയറ്റമൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ ബൈക്ക് കയറി പോകുന്നുണ്ട്. ബൈക്ക് ഹോണ്ടയുടെ ഹോറൻ്റാണേ, 160R. അപ്പോൾ നമ്മളിത് മല കയറി ഒരു കിടക്കാച്ചി വ്യൂ പോയിന്റിൻ്റെ ഭാഗത്തേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി റോഡുകൊണ്ട് ഇതുവരെ ഇങ്ങോട്ടൊന്നും ആയിട്ടും കൂടി ഇല്ല. ഇവിടെ ചില ഭാഗത്ത് റോഡ് ഓക്കെയാണ്, പക്ഷേ ചില ഭാഗത്ത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. പിന്നെ ചില ഭാഗത്തൊക്കെ മരങ്ങളൊക്കെ റോഡിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ കല്ലും കട്ട, പൊടി ഒക്കെ ഉണ്ട്. എന്തായാലും റോഡ് മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പിന്നെ ഇവിടെ നല്ല രീതിയിലുള്ള പണി കിട്ടും. പക്ഷെ പണ്ട് പോയ സമയത്തുള്ള രീതിയിലുള്ള മാറ്റം എനിക്ക് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. കൊണ്ട് റൈറ്റ് സൈഡിലോട്ട് നോക്കി, ഒരു രക്ഷയില്ലാത്ത വ്യൂ അല്ലേ. കണ്ട വീണ്ടും നമ്മളിത് എയർപിൻ കയറി മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. ആക്ച്വലി എത്ര എയർപിൻ എന്നുള്ളത് കണ്ടില്ലായിരുന്നു, ഇവിടെ എഴുതൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നമുക്കത് പഠിക്കാമായിരുന്നു. ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കണം, മലയുടെ ടോപ്പിലോട്ട് അങ്ങനെ കയറി. പിന്നെ നമ്മൾ വന്ന് നട്ടുവച്ച സമയത്തായിട്ടും ഇവിടെ യാതൊരു ചൂടൊന്നും ഉണ്ടായില്ല കേട്ടോ, കാരണം നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു, അത് സൂപ്പറായിരുന്നു. അപ്പോൾ ഡിസംബർ സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല കിടിലൻ തണുപ്പായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ അമ്പലപ്പാറ IBൻ്റെ ഭാഗത്ത് ഇവിടെ എങ്ങോട്ടൊക്കെ എത്താറുണ്ട്. ആക്ച്വലി അവിടെ താമസിച്ചൊക്കെ എനിക്ക് ഭയങ്കര ക്രേസ് ഉണ്ട്. എന്തായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഒരു കിടിലൻ ലേക്ക് വ്യൂവിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളി നമുക്കൊരു ഡാമിൻ്റെ ഒരു വ്യൂവും കിട്ടും, അതുപോലെ തന്നെ ലേക്കിൻ്റെ ഒരു കിടക്കാച്ചി വ്യൂവും കിട്ടും. പിന്നെ വെള്ളത്തിലേക്കോ അങ്ങനെ ഇറങ്ങാനൊന്നും നോക്കരുത്, കാരണം മുതലക്കുട്ടന്മാരുടെ മെയിൻ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ആ കലസ്ഥാനിക്ക് വന്ന ഡാമിൻ്റെ ആ കിടക്കാച്ചി വ്യൂ ഉണ്ടോ, ഒരു രക്ഷയില്ല. ആ ലേക്കും കാണാൻ പറ്റും, പൊളിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗത്തൊക്കെ കാട്ടുമൃഗങ്ങളെ കാണാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി സ്പോട്ടാണ്. അവിടെയൊക്കെ വെള്ളം കുടിക്കാൻ വരാറുണ്ട്. എന്തായാലും നമ്മൾ വന്ന സമയത്തൊന്നും ഞാൻ കാണാൻ പറ്റിയില്ലായിരുന്നു, തിരിച്ചുവരുമ്പോൾ കാണാൻ നോക്കാം കേട്ടോ. പക്ഷേ ഈ സമയത്ത് കാണാൻ ചാൻസ് കൂടുതലാണ്, കാരണം കാട്ടിൽ വെള്ളമില്ലാത്തത് കൊണ്ട്, നല്ല ചൂട് സമയമായതുകൊണ്ട് മൃഗങ്ങൾ പുറത്തിറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഷോലാർ ഡാമിൻ്റെ ഭാഗത്താണ്. ആക്ച്വലി അവിടെ ഒരു IB ഉണ്ട്, അമ്പലപ്പാറ IB. അവിടെ താമസിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഈ കൊടുങ്കാടിനകത്തായിട്ടും. എന്തായാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം. പക്ഷേ KCB കാർഡെല്ലാം റിക്വസ്റ്റ് വേണം, നമ്മുടെ അനുഭവം വേണം, റെക്കമെൻഡേഷൻ വേണം പോകാനായിട്ട്. KCB കാർഡ് അടിപൊളി കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.